കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. വിഷയത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നാണ് ആവശ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് 2ാം വർഷ വിദ്യാർത്ഥിയായ ലക്ഷ്മി രാധാകൃഷ്ണനെയാണ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഞായറാഴ്ച അവിടുന്ന് പോകുന്നേ ഉള്ളൂ. പോരുന്നതോടെ വരെ സന്തോഷവതിയായിട്ടാണ് പോകുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും നോക്കില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ അന്വേഷിച്ചിട്ടും വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അവൾ ആത്മഹത്യ ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് ദുരൂഹതയുണ്ട്, സംശയമുണ്ട്. കാരണം വെറുതെ ആരും ചെയ്യുമല്ലോ. ഇപ്പം ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു, കോളേജിൽ വന്ന് അന്വേഷിച്ചു, കൂടെയുള്ള സ്റ്റുഡൻസായിട്ട് സീനിയേഴ്സ് ജൂനിയേഴ്സ് ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു. ഹോസ്റ്റലിൽ പോയി അവിടെ ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഇവരാരും പറയുന്നത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവൾ സന്തോഷവതിയായിരുന്നു. കമ്മീഷണർക്കും CIക്കുമാണ് പരാതി കൊടുക്കുന്നത്. ഷഹദ് റഹ്മാൻ വച്ചിരുന്നു. ഷഹദ്, മിടുക്കിയായ വിദ്യാർത്ഥിനി, ആരുമായും എവിടെയും പ്രശ്നങ്ങളില്ല, സാമ്പത്തിക പ്രതിസന്ധികളില്ല, അങ്ങനെ കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു ആത്മഹത്യയോ എന്ന കുടുംബത്തിൻ്റെ ചോദ്യം യുക്തിയുള്ള ചോദ്യമാണ്. അവർക്ക് സംശയിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. ഷഹദ്, തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥി വളരെ മിടുക്കിയാണ്. മാത്രമല്ല കുടുംബത്തിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കൂടാതെ ഈ സുഹൃത്തുക്കളുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതാണ് ഈ കുടുംബവും അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകുന്നത്. ഈ കുട്ടിയുടെ വീട് എന്ന് പറയുന്നത് കോട്ടയത്താണ്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ് രക്ഷിതാക്കളും ബന്ധുക്കളും ഒക്കെ ഈ സംഭവ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ പോലീസും ഇന്ന് ഈ സഹപാഠികളുടെയും അതുപോലെ തന്നെ കോളേജിലെ മറ്റ് ഹോസ്റ്റൽ റൂമിലെ മറ്റ് ആളുകളുടെയും ഒക്കെ തന്നെ മൊഴി പോലീസ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായിട്ടും ഈ കുട്ടി പറയുന്നത്, അതായത് തൻ്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല, താൻ സ്വമേധയാ എടുത്ത ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. ആ ആത്മഹത്യാക്കുറിപ്പ് ആരെങ്കിലും രക്ഷപ്പെടുത്താനാണോ എന്നൊരു സംശയം കൂടി കുടുംബം ഈ നിലവിലെ സാഹചര്യത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കുടുംബം അല്പസമയത്തിനകം പരാതി നൽകും. ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടത്ത് വെച്ചിരിക്കുകയാണ്. തുടർന്ന് നാളെ ആയിരിക്കും കോട്ടയത്ത് വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഹാഷ്മി, ഓക്കെ. ഷഹദ് റഹ്മാനാണ് വാർത്തകൾ വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. അപ്പോൾ എന്തിനാ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു. അവർക്ക് മറുപടി വേണം.